നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ഭക്തർ വരി നിൽക്കുന്ന ഫ്ളൈ ഓവർ തകർത്തു. കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തീപിടുത്തം. മതിൽക്കെട്ടിനകത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തെ പുല്ലിനാണ് തീപിടിച്ചത്. ബണ്ടുവരമ്പ് തകർന്ന കാട്ടാക്കാമ്പാൽ വാവേക്കർ കോൾപ്പടവിൽ ഇത്തവണയും കർഷകർക്ക് കൃഷിയിറക്കാനാകില്ല. വരും സീസണിലെങ്കിലും കൃഷിയിറക്കാനാകുമെന്ന കാത്തിരിപ്പിൽ കർഷകർ. കടങ്ങോട് മണ്ടപ്പറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച പന്നികളെ നാളെ ദയാവധത്തിന് വിധേയമാക്കും. 5 ഫാമുകളിലെ 300ഓളം പന്നികളെയാണ് ദയാവധത്തിന് വിധേയമാക്കുക. കുചേല ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. അവൽ സമർപ്പണം രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടക്കുന്നതുവരെ തുടരും. ഗുരുവായൂർ മഞ്ജുളാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി പ്രതിമയുടെ സമർപ്പണം നിർവഹിച്ചു. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂരിലേക്ക് പോയിരുന്ന KSRTC ബസും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ആറങ്ങോട്ടുകരയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ദേശമംഗലം സ്വദേശി വിജയകുമാർ, മകൻ വിഷ്ണു, എറണാകുളം സ്വദേശി കാർ ഡ്രൈവർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചുകയറി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ നിന്നും വിജയിച്ച രാകേഷ് കണിയാമ്പറമ്പലിന് സ്വീകരണം നൽകി. വെങ്കടങ്ങ് പഞ്ചായത്തിലെ കെട്ടുങ്ങലിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പര്യടനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി BJPക്ക് ഒരു സീറ്റ് കിട്ടിയതിൽ സന്തോഷത്തിൽ BJP പ്രവർത്തകർ. തോളൂർ 14-ാം വാർഡിൽ മത്സരിച്ച ശാന്തിനി സുധീറാണ് ചരിത്ര വിജയം കരസ്ഥമാക്കിയത്. ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവായെ ദയാറയിലെത്തി സന്ദർശിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മഞ്ഞനിക്കര, ഫാദർ തോമസ് കുര്യൻ, ഫാദർ CM ഫിലിപ്പോസ് തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വൺ ഇന്ത്യ വൺ പെൻഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലണ്ടർ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. സാഹിത്യകാരി സാറ ജോസഫ് ജില്ലാ പ്രസിഡന്റ് TK ഹാഷിമിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും നടന്നു. മരത്തങ്കോട് മഠാധിപതി ജ്യോതിപ്രകാശം സംഘവും ദേശവിളക്കിന് നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുണ്ടന്നൂർ യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഷൈല ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MK സോഫിയ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര സെന്റ് ജോൺ നെപ്പംസ്യാൻ ഫൊറോന പള്ളിയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ നാളെ ആരംഭിക്കും. ഫാദർ ജീൻസ് ചിങ്കലിൽ, ഫാദർ നോബിൾ തോട്ടത്തിൽ എന്നിവർ കൺവെൻഷൻ നയിക്കും. 21-ന് ബൈബിൾ കൺവെൻഷൻ സമാപിക്കും. ധനുമാസത്തിലെ തിരുവാതിരയുടെ ഭാഗമായി കാട്ടാക്കാമ്പൽ തിരുവാതിര വാണ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തിരുവാതിര വാണ്യം ഈ മാസം 31 ജനുവരി 1 തീയതികളിൽ നടക്കും. 29, 30 തീയതികളിൽ പഴഞ്ഞിയിലെ AB ടോക്കീസ് എന്ന പേരിൽ ചലച്ചിത്രമേളയും 31-ന് വൈകിട്ട് വാണ്യ കലാസന്ധ്യയും അരങ്ങേറും. പാലക്കാട് ജില്ലാതല അബാക്കസ് പരീക്ഷയിൽ 2ാം റാങ്ക് തിരുവല്ലാമലയിലെ മാസ്റ്റർ അനിരുദ്ധിന്. തിരുവല്ലാമല പഴശ്ശിരാജ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനിരുദ്ധ് ഫെബ്രുവരി 2, 3 തീയതികളിൽ പാലക്കാട് നടക്കുന്ന സംസ്ഥാനതല പരീക്ഷയിൽ പങ്കെടുക്കും. മായന്നൂർ കൊന്നക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം നിള സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കർണികാരം വില്ലേജ് ഫോർ സ്പെഷ്യൽ നീഡ്സിന്റെ ഉദ്ഘാടനം നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കും. അസോസിയേറ്റ് പ്രൊഫസർ മധു K പരമേശ്വരൻ അധ്യക്ഷത വഹിക്കും. NES കായലോര ടൂറിസം ക്ലബിന്റെ ഈ വർഷത്തെ കായലോര ഫെസ്റ്റ് ശനിയാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. കായലോര ഫെസ്റ്റിന്റെ കൊടിയേറ്റം NES ചെയർമാൻ ശിവൻ കണ്ണോളി നിർവഹിച്ചു. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദധ്യന്നം മാസാചരണത്തിന് തുടക്കമായി. മേൽശാന്തി നന്ദിക്കര നടുവത്ത് പ്രദീപ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു.
തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നം നടന്നു. കല്ലേറ്റുങ്കര പത്മനാഭ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു താമ്പൂല പ്രശ്നം. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 20-21 തീയതികളിൽ നടക്കും. ഞായറാഴ്ച ഹോട്ടൽ പേൾ റീജൻസിയിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. തിരുവില്ലാമല പാമ്പാടി ഐവർമഠം പൈതൃക ശ്മശാനത്തിലെ കളിയാട്ടം ഈ മാസം 25-ന് നടക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കളിയാട്ടം സംഘടിപ്പിക്കുന്നത്. പാലിയേക്കര ടോൾ പിരിവിന് അനുമതി നൽകിയതിനെതിരായ അപ്പീലിൽ ഇടപെടാതെ സുപ്രീം കോടതി. ആവശ്യം ഹൈക്കോടതിയിൽ തന്നെ ഉന്നയിക്കാൻ ഹർജിക്കാർക്ക് നിർദ്ദേശം. കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ അപ്പീൽ സുപ്രീം കോടതി തീർപ്പാക്കി. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ നടക്കുന്ന പരമതത്വ സമീക്ഷാ സത്രത്തിലേക്കുള്ള ധർമ്മധ്വജം തിരുവില്ലാമല ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ നിന്നുമെത്തി. സ്വാമി ദേവപാലൻ ദീപം തെളിയിച്ച് സമാരംഭ ആരതി നടത്തി. കാട്ടാക്കാമ്പാൽ പഞ്ചായത്ത് 2ാം വാർഡ് രാമപുരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ സംഗമം നടത്തി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ഗാന്ധിയെ തമസ്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ പെൺകുട്ടികൾ മാത്രം മുൻനിര ചെണ്ടക്കാരായി പഞ്ചാരിമേളം അരങ്ങേറി. കൊടകര മേള കലാസംഗീത സമിതി, പോട്ട, വ്യാസപുരം ഗുരുജി കലാക്ഷേത്രം എന്നിവിടങ്ങളിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥിനികളാണ് പഞ്ചാരിയിൽ കൊട്ടിക്കയറിയത്. കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇ ടി ടൈസൺ MLA ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി. ചളിങ്ങാട് ഭാഗത്ത് റോഡിലെ പൊടിശല്യത്തിന് പരിഹാരം കാണണമെന്നും കുഴിച്ചെടുത്ത മണ്ണ് റോഡിൽ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും ആവശ്യം. പുന്നിയൂർക്കുളം മാഞ്ചിറയിൽ റോഡ് ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണു. റോഡ് ഇടിയുന്നത് കണ്ട് വാഹനങ്ങൾ നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.